കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ നേര്യമംഗലം വനമേഖലയിൽ റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട ജോലികൾക്ക് തുടക്കം കുറിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. വനമേഖല ഒഴികെയുള്ള ഭാഗങ്ങളിലെല്ലാം നിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നുണ്ട്. അപകട സാധ്യത ഏറ്റവും കൂടുതലുള്ള ഭാഗം നേര്യമംഗലം വനമേഖലയാണെന്നിരിക്കെ ഈ ഭാഗത്ത് നവീകരണ ജോലികൾ നടത്തി യാത്ര സുഗമമാക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നവീകരണ ജോലികൾ വിവിധയിടങ്ങളിൽ പുരോഗമിക്കുന്നുണ്ട്. ദേശീയപാതയുടെ ഭാഗമായ നേര്യമംഗലം വനമേഖലയിലും നവീകരണ ജോലികൾക്ക് തുടക്കം കുറിക്കണമെന്നാണ് ആവശ്യം. നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്ത് യാതൊരുവിധ നിർമ്മാണ ജോലികളും ആരംഭിച്ചിട്ടില്ല. റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ഇപ്പോഴും വാഹനാപകടങ്ങൾ സംഭവിക്കുന്നു. പലയിടത്തും പാതയോരം ഇടിഞ്ഞ് വലിയ അപകട സാധ്യത നിലനിൽക്കുന്നു. ഇത്തരം സാഹചര്യം നിലനിൽക്കെയാണ് നേര്യമംഗലം വനമേഖലയിൽ റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട ജോലികൾക്ക് തുടക്കം കുറിക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുള്ളത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്ത് NH-ന്റെ യാതൊരു രീതിയിലുള്ള പണിയും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഫോറസ്റ്റിന്റെ തടസ്സവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് NH അധികാരികൾ ഈ പണികൾ നീട്ടിവെക്കുന്നു. എത്രയും പെട്ടെന്ന് ഈ പണികൾ ആരംഭിക്കണം. വളരെയധികം കഷ്ടപ്പെടുകയാണ് ഇപ്പോൾ ജനങ്ങൾ. ആ വഴിയിൽ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ യാത്ര വഴി തടസ്സപ്പെടുന്നതുകൊണ്ട് ഇപ്പോൾ തന്നെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. ടൂറിസ്റ്റുകൾ ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് സാധ്യതയുള്ള മേഖലയിൽ 1 മണിക്കൂറും 2 മണിക്കൂറും ടൂറിസ്റ്റുകൾ വന്ന് അവിടെ കിടക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും നാളുകളിൽ മൂന്നാർ പോലെയുള്ള മേഖലയിലുള്ള ടൂറിസ്റ്റ് സാധ്യതകൾ തന്നെ മുടക്കുന്ന രീതിയിലാണ് ഈ രീതിയിലുള്ള NH-ന്റെ പണി പുരോഗമിക്കാത്തത് മൂലം ഉണ്ടായിട്ടുള്ളത്. മറ്റിടങ്ങളിൽ എന്ന പോലെ നേര്യമംഗലം വനമേഖലയിലും പാതയുടെ വീതി വർദ്ധിപ്പിച്ചു വേണം നവീകരണ ജോലികൾ നടത്താൻ. പാതയോരത്ത് അപകടാവസ്ഥ ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ ഉൾപ്പെടെ ഇതിനായി മുറിച്ചു നീക്കേണ്ടതായി ഉണ്ട്. വിഷയത്തിലുള്ള വനംവകുപ്പിന്റെ കടുംപിടുത്തമാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന ആക്ഷേപം നിലനിൽക്കുന്നു. വിനോദസഞ്ചാര സീസൺ ആരംഭിച്ചതോടെ ദേശീയപാതയിലെ വാഹന തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ദേശീയപാതയിൽ ഒട്ടുമിക്ക ദിവസങ്ങളിലും വാഹനാപകടങ്ങൾ സംഭവിക്കുന്ന സാഹചര്യമുണ്ട്. ഏറ്റവും വേഗത്തിൽ നേര്യമംഗലം വനമേഖലയിലും നവീകരണ ജോലികൾക്ക് തുടക്കം കുറിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി.